ഒരു പൊതു പ്രസ്താവനയാണ്. പൗരപ്രമുഖരാണ് ഒപ്പിട്ടിരിക്കുന്നത്. പൗരപ്രമുഖരിൽ അറിയപ്പെടുന്നവരുമുണ്ട്, അറിയപ്പെടാത്തവരുമുണ്ട്. ആരൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്? കെ സച്ചിദാനന്ദൻ, സാറ ജോസഫ്, ഡോക്ടർ ഖദീജ മുംതാസ്, അജിത അന്വേഷി, അൻവർ അലി, കെ അംബുജാക്ഷൻ, കുരീപ്പുഴ ശ്രീകുമാർ, CR നീലകണ്ഠൻ, റഫീഖ് അഹമ്മദ്, PN ഗോപികൃഷ്ണൻ, പ്രൊഫസർ KP ശങ്കരൻ, കുസുമൻ ജോസഫ് എന്ന് തുടങ്ങി 51ഓളം പേരാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷം പേരും കഴിഞ്ഞ തവണ UDF വേണ്ടി നിലകൊണ്ടവരാണ്. UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചവരാണ്. പൊതുപ്രസ്താവനയിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. തുടർഭരണം CPM നശിപ്പിക്കും, കേരളത്തിൽ ഏകാധിപത്യ വാഴ്ചയായിരിക്കും, അതുകൊണ്ട് തുടർഭരണം ഉണ്ടാകാൻ പാടില്ല, UDF ഇത്തവണ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞവരാണ്. കെ സച്ചിദാനന്ദൻ്റെയൊക്കെ പ്രസ്താവന വലിയ വിവാദവും ചർച്ചയുമായിരുന്നത് നാം ഓർക്കണം. പ്രസ്താവനയുടെ ആദ്യ ഭാഗത്ത് അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് UDF ഒപ്പം നിന്നു, LDF എതിരായി നിന്നു എന്ന്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇടതുപക്ഷ സർക്കാരിനെ ഞങ്ങൾ വിമർശിച്ചിരുന്നത് ആ സർക്കാരിൻ്റെയും നേതൃത്വത്തിൻ്റെയും പല നയങ്ങളും വിഭാഗീയത വളർത്തുന്ന ജനവിരുദ്ധ കേന്ദ്ര സർക്കാർ നയങ്ങളെ ചിലപ്പോൾ മൃദുവായും ചിലപ്പോൾ നിഗൂഢമാം വിധവും ആപത്കരമായും പരിപോഷിപ്പിക്കുന്നു എന്നതിനാലാണ്. വളരെ പ്രത്യക്ഷമായി ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ടതാവട്ടെ നിരന്തരം അടിസ്ഥാനരഹിത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വിളിച്ചുകൂവിയ SNDP നേതാവിനോട് കാണിച്ചിരുന്ന ഉപാധിരഹിത ചങ്ങാത്തവും NEPയും PM ശ്രീയും SIR പ്രശ്നങ്ങളോട് കാണിച്ച നിഷ്ക്രിയതയും അധികാര കേന്ദ്രീകരണവും ഉൾപ്പെടെ മറ്റനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും മുഴച്ചു നിന്നിരുന്ന ഒന്ന് വെള്ളാപ്പള്ളിയെ പോലെയൊരു വ്യക്തിയുടെ അസ്ഥാനത്തുള്ള ഇസ്ലാമോഫോബിക് പരാമർശങ്ങളെ അവർ സമീപിച്ച വികലമായ രീതി തന്നെയായിരുന്നു എന്ന് വെച്ചാൽ LDF എതിരായ നിലപാടാണ് കഴിഞ്ഞ തവണ ഇവരൊക്കെ ഈ 51 പേരും സ്വീകരിച്ചത് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പ്രസ്താവന മുഴുവൻ വായിക്കാതെ ഒപ്പിട്ട് നൽകിയവരൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ഈ പ്രസ്താവനയുടെ അടിയിൽ ഒപ്പിട്ട സ്ഥിതിക്ക് അവരൊക്കെ LDF നിലപാട് നയം അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുകയും LDF ഇനി അധികാരത്തിൽ തുടരരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ആദ്യ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫും മൂന്നാമത്തെ പാരഗ്രാഫുമാണ് എന്തുകൊണ്ട് UDF നിലപാടുകളെ ഇപ്പോൾ എതിർക്കുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കാലത്ത് UDF വേണ്ടി നിലകൊള്ളുകയും UDF വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും പരസ്യമായി തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തവർക്ക് UDF അധികാരത്തിൽ വന്ന് ഒരു മാസം കൊണ്ട് തന്നെ കാര്യം പിടികിട്ടി. പിടിച്ചതിനേക്കാളും വലുത് മാണത്തിലുണ്ട് എന്ന കാര്യം. നമുക്ക് ആ പാരഗ്രാഫിലേക്ക് പോകാം. ഇന്ന് LDF പ്രതിപക്ഷത്താണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷയർപ്പിച്ച് ഭരണത്തിലെത്തിച്ച UDF സർക്കാരാണ് ഇന്ന് ഭരണരംഗത്ത്. ഹിന്ദുത്വ ഫാസിസം ശത്രുപക്ഷത്ത് നിർത്തിയ മുസ്ലിം സമൂഹത്തിനെ പേരിലെങ്കിലും പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ സഖ്യത്തിലെ പ്രമുഖ കക്ഷിയുമാണ്. 5 മന്ത്രിമാരും 22 MLAമാരും മുസ്ലിം ലീഗിൻ്റെതാണ്. ഹിന്ദുത്വ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിൽ ഭരണകൂട നയങ്ങളിൽ വലിയ പങ്കുവഹിക്കുമെന്ന് തോന്നിപ്പിക്കും വിധം സ്തുത്യർഹമായ മാന്യതയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പൊതുവെ മുസ്ലിം ലീഗ് അനുഭാവികളല്ലാത്ത സമുദായ അംഗങ്ങളുടെ പോലും വോട്ട് ലഭിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമായതും. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കുന്നതിൽ ഇടപെട്ടതിനെക്കുറിച്ചും അതെല്ലാം വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളോടൊപ്പം ചേർന്ന് നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവർ പോലും വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് വന്നത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതിനുശേഷം പറയുന്നു, പക്ഷേ ഭരണത്തിലെത്തി ഒരു മാസത്തിനകം ഈ സർക്കാരിൻ്റെയും ഭരണാധികാരികളുടെയും നിലപാടുകൾ ജനാധിപത്യ വിശ്വാസികളെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നതാണ്. നിരന്തരം സ്ഥാനത്തും അസ്ഥാനത്തും മുസ്ലിം സമുദായത്തെ അവഹേളിക്കുകയും ക്രിമിനൽ വൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനുമായി NDA സഖ്യ കക്ഷി നേതാവായ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമായും മന്ത്രിമാർ പങ്കിടുന്ന ഊഷ്മള സൗഹൃദ കാഴ്ചകൾ മതേതര ജനാധിപത്യവാദികളെ അസ്വസ്ഥമാക്കുന്നതാണ്. വെള്ളാപ്പള്ളിയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങുന്ന തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാന പ്രവർത്തകരായ വനിതകൾ അഭിമാനത്തോടെ നോക്കിക്കണ്ട മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതും.
മുസ്ലിം ലീഗ് പ്രതിനിധികളുടെ ഇക്കാര്യത്തിലുള്ള മൗനവും അമ്പരപ്പിക്കുന്നതാണ്. അധികാരത്തിലേക്ക് എത്തുക എന്നതിലപ്പുറമുള്ള ലക്ഷ്യമൊന്നും അവർക്കില്ലായിരുന്നു എന്നാണോ ഊഹിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ജനവിരുദ്ധ ആശയങ്ങൾ പുലർത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാമുദായിക നേതാക്കളെ പ്രീണിപ്പിച്ചു കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനാധിപത്യത്തോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളും ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടും എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ദീർഘമായൊരു പോസ്റ്റാണ്. ഉപദേശിക്കുന്നുമുണ്ട് യു ഡി എഫിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. നേരത്തെ CPM നന്നാക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ UDF നന്നാക്കി കളയാം എന്ന് കരുതിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ കെ സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, ഡോക്ടർ ഖദീജ മുംതാസ്, അജിത അന്വേഷി, അൻവർ അലി, കെ അംബുജാക്ഷൻ, കുരുപ്പുഴ ശ്രീകുമാർ, CR നീലകണ്ഠൻ, റഫീഖ് അഹമ്മദ്, PN ഗോപികൃഷ്ണൻ, പ്രൊഫസർ KP ശങ്കരൻ തുടങ്ങി 51ഓളം പേർ. കാര്യം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാകും. വലിയ പ്രതീക്ഷയായിരുന്നു UDF സർക്കാർ, വലിയ പ്രതീക്ഷയായിരുന്നു UDF നേതാക്കളിൽ, കോൺഗ്രസ് നേതാക്കളിൽ. അവർ ഫാസിസത്തിന് എതിരെ വലിയ തോതിൽ പ്രതിരോധം സൃഷ്ടിക്കും എന്നൊക്കെ കരുതി. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതാണ് ഈ പൊതുപ്രസ്താവനയിൽ അവർ വിളിച്ചു പറയുന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ CPM വിരുദ്ധ അന്ധത ബാധിച്ചു പോയോ ഇവർക്ക് എന്ന് പറയേണ്ടി വരുന്നു എന്നർത്ഥം. കാരണം ഉത്തരേന്ത്യയിലൊക്കെ നാം കാണുന്നതാണ് എന്താണ് കോൺഗ്രസ് എന്ന്. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആണ്. കേരളത്തിലും അത് ഒരു പരിധിവരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രമുഖ നേതാക്കളുടെ മക്കൾ, കോൺഗ്രസിന്റെ മക്കളെല്ലാം ഇപ്പോൾ BJP നേതാക്കളും പ്രവർത്തകരുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്ന് സ്വയം ചോദിക്കാൻ പോലും ബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കുന്നവർ പോലും തയ്യാറായില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പോഴിതാ അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും മീഡിയ വൺ ചാനലുമൊക്കെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ എത്രമാത്രം പണിപ്പെട്ടുവോ അതിൽ അവർ ഇപ്പോൾ ദുഃഖിക്കുകയും ഇപ്പോൾ മോങ്ങുകയും ചെയ്യുകയാണ്. മോങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വൺ ചാനലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരം ഒരു പൊതുപ്രസ്താവന വരുന്നത്, പൗരപ്രമുഖരുടെ പൊതുപ്രസ്താവന വരുന്നത്. ഒരു മാസമേ ആയുള്ളൂ UDF സർക്കാർ. അപ്പോഴത്തേക്കും UDF സർക്കാരിൻ്റെ കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം മൂടി വെളിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതാണ് നാം ഇവിടെ കണ്ടത്. പൊതുപ്രവർത്തകർ ഇനിയുമുണ്ട് ഇതിലൊക്കെ വന്നു ചേരാൻ. MN കാരശ്ശേരിയെ പോലെയുള്ളവരൊക്കെ വഴിയിൽ നിൽക്കുന്നുണ്ട്. അവരുടെയും കൂടി കൈപിടിച്ച് ഇനിയും കോൺഗ്രസിനെയും UDF നന്നാക്കാൻ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ, ഒത്തൊരുമിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നന്നാകുമെങ്കിൽ നന്നാകട്ടെ.